ഭാഗ്യ അവാർഡ് ഇപ്പോ ലോലേട്ടനാണ് കിട്ടിയത്. നിങ്ങൾ ഭാഗ്യ അവാർഡ് കണ്ട് വാപൊളിച്ചിരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ അത് ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് മോഹൻലാൽ? രണ്ട്, എന്തുകൊണ്ട് ഇപ്പോൾ മോഹൻലാൽ? എന്തുകൊണ്ട് മോഹൻലാൽ എന്ന് അറിയണമെങ്കിൽ കഴിഞ്ഞ കുറെ നാളായിട്ട് കിട്ടുന്ന ഭാഗ്യ അവാർഡ് കിട്ടിയ ആൾക്കാരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ കിട്ടും. മോഹൻലാൽ എന്ന വ്യക്തിക്ക് അതിന് അർഹനല്ല എന്നല്ല പറയുന്നത്. നമ്മുടെ ഭാരതത്തില് മോഹൻലാൽ കഴിഞ്ഞിട്ടേ മറ്റൊരു വ്യക്തി അതിന് അർഹതയുള്ളൂ. എന്നിരുന്നാലും ഇപ്പോൾ ഈ ഭാഗ്യ അവാർഡ് കിട്ടിയതിന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് ആരും ചിന്തിക്കാതെ പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ എന്തുകൊണ്ട് മോഹൻലാൽ? ഇത്തവണത്തെ നാഷണൽ അവാർഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ മുറിവേറ്റത് നമ്മുടെ മലയാള സിനിമയ്ക്കാണ്. മലയാള സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ല എന്നല്ല, പക്ഷെ പ്രധാന അർഹമായിട്ടുള്ള അവാർഡുകൾ പലതും മലയാള സിനിമയ്ക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, അത് നേടിയ വ്യക്തികളെ വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയെ അപമാനിച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ നാഷണൽ അവാർഡ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് മലയാളികൾക്കിടയിലാണെന്ന് പലർക്കും അറിയാം. അതൊന്ന് മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഭാഗ്യ അവാർഡ് ഇപ്പോൾ മോഹൻലാലിന് കൊടുത്തതിന് പ്രധാന കാരണം ഒന്ന് ചിന്തിച്ചാൽ, ഇപ്പൊ മോഹൻലാലിന് അല്ലായിരുന്നു അവാർഡെങ്കിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഷാറുഖ് ഖാൻ കിട്ടിയ ബെസ്റ്റ് ആക്ടർ അവാർഡിനെ കുറിച്ചായിരിക്കും നമ്മൾ പുച്ഛിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അർഹമായ ആളിന് അവാർഡ് കിട്ടി എന്നുള്ള രീതിയിൽ ലാലേട്ടന് കിട്ടിയതിന്റെ സന്തോഷത്തിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം മറന്നു. സിനിമാ പ്രേമികൾ എല്ലാം മറന്നു, ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമ ഹൃദയത്തിലുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ മോഹൻലാൽ ചെയ്യേണ്ടിയിരുന്നത് അവിടെ പോയി അത് നിരസിക്കുകയായിരുന്നു വേണ്ടത്. കാരണം നിരസിക്കുമ്പോൾ മാത്രമേ നാഷണൽ അവാർഡ് എന്ന രീതിയിൽ ഇന്ന് നടക്കുന്ന കോമാളിത്തരങ്ങളിൽ ഒരു ചർച്ച ചെയ്യപ്പെടും. കേട്ടപാതി കേൾക്കാത്തപാതി പോയി വാങ്ങി എന്ന് മാത്രമല്ല, മോഹൻലാൽ ഫാൻസ് മാത്രമല്ല മലയാളികൾ മുഴുവൻ അതിൽ സന്തോഷിച്ച് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ നമ്മൾ മറന്നു. ഇത് വളരെ ഒരു അടയാളപ്പെടുത്തലാണ്. എന്തെന്നാല് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ കാണാത്ത പാർട്ടിക്കാര് നമ്മളെ കേരളം ഭരിക്കും. അതിനുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണിത്. ഇത്രയും മൂളയില്ലാത്ത ചിന്തയില്ലാത്ത മനുഷ്യരുള്ള നാട്ടില് they can easily rule our കേരള. ഇത് കേൾക്കുമ്പോൾ പലർക്കും കൊള്ളും, പക്ഷേ ഇങ്ങനെ ഒരു ആംഗിൾ കൂടി അതിനുണ്ട് എന്നത് പറയാൻ തോന്നി.